ലോക ക്രിക്കറ്റിൽ എല്ലാം നേടി അത്യുന്നങ്ങളിൽ നിൽക്കുമ്പോൾ ഒരു IPL കിരീടം മാത്രം വിരാട് കോഹ്ലിക്ക് ഇന്നും അന്യമാണ്. 17 സീസണുകൾ പിന്നിട്ടിരിക്കുന്നു. IPL അതിന്റെ 18ാം സീസണിലേക്ക് കടക്കുമ്പോൾ ഇത്തവണയെങ്കിലും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനും വിരാട് കോഹ്ലിക്കും അവരുടെ ആദ്യ IPL കിരീടം നേടാൻ സാധിക്കുമോ? ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇതുപോലുള്ള IPL വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ എല്ലാ IPL സീസണിലും ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന കിരീട പോരാട്ടങ്ങളിൽ മുൻപന്തിയിൽ ഉണ്ടാകുന്ന ഒരു ടീം. പക്ഷേ നാളിതുവരെ ഒരു IPL കിരീടത്തിൽ മുത്തമിടാൻ അവർക്ക് സാധിച്ചിട്ടില്ല. എന്തുകൊണ്ട്? ആരാധകർ പലകുറി ഈ ചോദ്യം മാറി മാറി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. വിരാട് കോഹ്ലി ഒരു IPL കിരീടം അർഹിക്കുന്നില്ലേ? മാനേജ്മെന്റിന്റെ മനോഭാവത്തിൽ തീർച്ചയായും ഒരു മാറ്റം അനിവാര്യമാണ് എന്ന് പലകുറി ആരാധകർക്കും തോന്നിയിട്ടുണ്ടാവും. അത് ശരിവെക്കുന്ന രീതിയിലാണ് ഇക്കുറി തുടക്കം മുതലേ RCBയുടെ നീക്കങ്ങൾ. അത് താരലേലത്തിന്റെ കാര്യത്തിലായാലും അവരെടുക്കുന്ന ചില തീരുമാനങ്ങളുടെ കാര്യത്തിലായാലും എല്ലാ കുറിയും RCB അവരുടെ ക്യാപ്റ്റനായി നിയമിക്കുന്നത് ഒരു സൂപ്പർ താരത്തെയായിരിക്കും. പലകുറി വിരാട് കോഹ്ലി ആ സ്ഥാനത്തിരുന്നപ്പോൾ മറ്റു സീസണുകളിലെല്ലാം വിദേശ താരങ്ങളിൽ പലരുമായിരുന്നു RCBയുടെ ക്യാപ്റ്റനായത്. എന്നാൽ ഇക്കുറി എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു തീരുമാനമായിരുന്നു RCB എടുത്തത്. ഇന്ത്യൻ താരമായ രജത് പടിഡാറിനെ അവരുടെ ക്യാപ്റ്റനായി നിയമിച്ചു. രജത് പടിഡാർ കഴിഞ്ഞ സീസണിൽ RCBക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തിയ ഒരു താരമാണ്. ഈ വർഷത്തെ മെഗാ താരലേലത്തിലും RCB എടുത്ത പല തീരുമാനങ്ങളും മുമ്പത്തേതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. KL രാഹുൽ, ഋഷഭ് പന്ത്, യശ്വേന്ദ്ര ചഹൽ മുതലായ വലിയ പേരുകളുടെ പിന്നാലെ പോയി കാശ് കളയാൻ അവർ തയ്യാറായിരുന്നില്ല. അവർ പ്രധാനമായും ശ്രദ്ധിച്ചിരുന്നത് ടീമിന്റെ ബാലൻസിംഗിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറെ വിവേകപരമായ തീരുമാനങ്ങളാണ് അവർ IPL താരലേലത്തിൽ സ്വീകരിച്ചത്. ജോഷ് ഹേസൽവുഡ്, ഭുവനേശ്വർ കുമാർ, ലിയാം ലിവിങ്സ്റ്റൺ, ജേക്കബ് ബേതൽ, കൃണാൽ പാണ്ഡ്യ, ഫിൽ സാൾട്ട്, ജിതേഷ് ശർമ്മ തുടങ്ങിയ താരങ്ങളെ അവർ ഇക്കുറി ടീമിലെത്തിച്ചു. കഴിഞ്ഞ തവണ പ്ലേ ഓഫിലായിരുന്നു RCB പുറത്തായത്. ആദ്യ 8 മത്സരത്തിൽ 7ലും പരാജയപ്പെട്ടെങ്കിലും പിന്നീട് ശക്തമായൊരു തിരിച്ചുവരവ് നടത്തി. ആ ആത്മവിശ്വാസം ഇക്കുറിയും RCBക്ക് മുതൽക്കൂട്ടാവും. വിരാട് കോഹ്ലി, രജത് പടിഡാർ, യാഷ് ദയാൽ ഈ 3 താരങ്ങളെ മാത്രം നിലനിർത്തുകയും ടീം ബാലൻസ് ചെയ്യുന്ന തരത്തിൽ ആവശ്യമുള്ള താരങ്ങളെ ടീമിലെത്തിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇക്കുറി RCB ആരാധകർ ഒരു കിരീടം സ്വപ്നം കാണുന്നുണ്ട്. 18ാം IPL സീസണാണ് നടക്കുന്നത്. 18 എന്ന സംഖ്യ RCB ആരാധകർക്കും ക്രിക്കറ്റ് ആരാധകർക്കും ഏറെ പ്രിയപ്പെട്ടതാണ്. അത് വിരാട് കോഹ്ലി ലോക ക്രിക്കറ്റിൽ ഐക്കോണിക് ആക്കി മാറ്റിയ നമ്പറാണ്. 18ന്റെ നിറവിൽ കോഹ്ലിക്ക് ഭാഗ്യം വരുമോ? ആ പ്രതീക്ഷയിലാണ് ആരാധകരും കാത്തിരിക്കുന്നത്. എന്നിരുന്നാലും RCB ആരാധകർ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ ഈ സാല കപ്പ് നമ്മുടെ എന്ന വാക്യം സത്യമാവട്ടെ. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.